ഈ നഗരം നിങ്ങൾ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? നഗരം വിളിക്കുന്നത് നഗരം മാത്രമല്ല വിളിക്കുന്നത്, മനുഷ്യൻ വിളിക്കുന്നു. ഒപ്പം വടക്കുംനാഥൻ നമ്മളെ മിണ്ടാതെ വിളിക്കുന്നു. പാറമേക്കാവിലെ അമ്മയും തിരുവമ്പാടി കണ്ണനും നമ്മളെ വിളിക്കുന്നു. മാത്രമല്ല ഈ കൂടിയിരിക്കുന്ന മനുഷ്യൻ ഈ കൊടും ചൂടിനെ നിലാവാക്കി മാറ്റുന്നുണ്ട്. ലോകത്ത് ഇങ്ങനെ ഉണ്ടാവും. ലോകത്തെ ഏറ്റവും വലിയ സിംഫണി, ലോകത്തെ ഏറ്റവും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ്, ലോകത്തെ ഒരു ചൂടിനെ നിലാവാക്കി മാറ്റുന്ന മാന്ത്രിക വിദ്യ. ഏറ്റവും വലിയ വിദ്യ അതല്ല, എത്രയോ ഇവന്റുകൾ ടിവിക്കാർ നടത്താറുണ്ട്. ഈ തെക്കേ ഗോപുരത്തിൽ നടക്കുന്ന ഈ കുടമാറ്റം പോലെ ഒരു ഇവന്റ് ഞാൻ അമേരിക്കയിലും കണ്ടിട്ടില്ല, ബ്രിട്ടനിലും കണ്ടിട്ടില്ല, യൂറോപ്പിലും കണ്ടിട്ടില്ല. മുഖാമുഖം നിന്നുകൊണ്ട് നിറങ്ങൾ മഴ പെയ്യണ്, നിറങ്ങളുടെ മഴയിന്. മാത്രമല്ല നന്ദകിഷോറെ, ഇത്രയും കലാകാരന്മാർ ഒരുമിച്ച് വരുന്ന മറ്റൊരു സിംഫണി ലോക താജ്മഹലിന്റെ മുമ്പിൽ മ്യൂസിക്കിന് ഒരു മാസം റിഹേഴ്സൽ നടത്തി. മേളത്തിനോട് റിഹേഴ്സൽ വരുമാനം കൊണ്ടന്മാരെ അവിടെ വരും, വേറെ ആൾ ഇവിടുന്ന് വരും, ചെറുപ്പളശ്ശേരി ഒരുമിച്ച് ഒറ്റ കൊട്ട കൂട്ടും. അത് എങ്ങനെ കൊട്ടണു? അതന്നെ പൂരം. ഹൃദയതാളാണ്. അതിങ്ങനെ ഒരു നോട്ടത്തിൽ അറിയാം മേളപ്രമാണി. അത് കൃത്യമായിരിക്കും. അത് ഈ സദ്യ ഒരുക്കുന്നത് പോലെയാണല്ലോ മേള. തീർച്ചയായിട്ടും സദ്യ ഒരുക്കുന്ന പോലെ ആണ് മേള ഒരുക്കുന്നത്. പിന്നെ മേളത്തിന് ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നതും ഒരു മുഖം പോലെയാണ്. അതെ, ഒരു മുഖം പോലെയാണ് കൃത്യമായിട്ട് ആളുകളെ നിരത്തുന്നത്. അത് കൃത്യമായി ശംഖാണ് ഇതിന്റെയൊക്കെ ശംഖം കൂടെ വിളിച്ചു തുടങ്ങും. പിന്നെ നാട്യശാസ്ത്ര പ്രകാരം 4 വാദ്യമുണ്ട്. തതം, അവനതം, ഘനം, സുഷിരം. സുഷിരം എന്ന് പറഞ്ഞ ഫ്ലൂട്ട്, അതിന് വലിയ റോളില്ല. കുഴലിന് കൊമ്പനുണ്ട്, അത് കുഴലിന് കൊമ്പ് സുഷിരവാദ്യമാണ്. പിന്നെ ഘനം എന്ന് പറഞ്ഞാൽ അലത്താളം, ഇഞ്ചഞ്ചി 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 ഇഞ്ചഞ്ചി. അത് കണ്ടിക്കാൻ പോയി രസ. പൂരത്തിന്റെ വിഷു എന്ന് പറഞ്ഞ മേളത്തിന്റെ വിഷുല ഇങ്ങനെ കൂട്ടും അത്. പിന്നെ കുഴല് ഇങ്ങനെയാ. അപ്പൊ തതം, അവനദ്ധം എന്ന് പറഞ്ഞാൽ തോല് അടച്ചു കിട്ടുന്നത്, ചെണ്ട. ഘനം, സുഷിരം, ഈ എല്ലാ വാദ്യങ്ങളുടെയും മേളനാണ് പഞ്ചവാദ്യം. ഇത് ഡിസൈൻ ചെയ്തത് സ്വാതി മഹർഷി ഒരിക്കൽ കുളിക്കാൻ പോയി ഭയങ്കര മഴ പെയ്തപ്പോൾ ഈ പൊയ്കയിൽ കനം കുറഞ്ഞതും കനം കൂടിയതും മൂത്തതായിട്ടുള്ള താമരയിലുള്ള വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ഡിസൈൻ ചെയ്തിട്ടാണ്. ഇടയ്ക്കയുടെ ശബ്ദം താമരയില, ഇടയ്ക്കയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ കിളിന്ത് താമരയില വെള്ളം വീഴുമ്പോഴുള്ള ശബ്ദം. ഇത് പശുക്കുഞ്ഞിന്റെ തോലാണ്. പശുക്കുഞ്ഞിന്റെ 64 സാന്നിധ്യം ഉണ്ട് ഇല്ലേ? 64 കലകള്, 64 ഈ പൊടിപ്പുകൾ 64 കലകള്. സ്ഥാനുണ്ട്. ഇത് രാമൻ നായരുടെ ചായക്കടയിൽ കിട്ടില്ല. 4 വേദം, 6 ശാസ്ത്രങ്ങള്, ജീവാത്മാവ്, പരമാത്മാവ്. ഇവിടെ ഹോളുള്ളത് നാസിക, ഉള്ളിൽ ജീവ ഉണ്ട്, നമ്മുടെ ജീവൻ, അതിന് തന്ത്രം. അപ്പൊ പ്രപഞ്ചവും പ്രപഞ്ചനാഥനും ജീവിതവും ഒക്കെ താങ്കളാ ഈ ഇടയ്ക്കയിൽ. അത് മാത്രമല്ല, ഈ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വേറൊരു കണക്ഷൻ. നേരത്തെ പറഞ്ഞു മഴ പെയ്യുന്ന ശബ്ദം, അത് പഞ്ചവാദ്യം. മഴ പെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് ഈ പാണ്ടിയുടെ കൊലുമ്പൽ. ഇപ്പൊ ഓട്ടുപേരില്ല, ഈ ഫ്ലാറ്റിൽ മഴ പെയ്താൽ നമ്മൾ കേൾക്കാറുമില്ല. ഫ്ലാറ്റിലല്ല, നമ്മുടെ വീട്ടിൽ മഴ പെയ്താൽ പോലും കേൾക്കുന്നില്ല. അതെ, മറ്റേ ഉമ്മറത്തേക്ക് വീഴുന്നില്ല, വെള്ളത്തുള്ളികൾ വന്ന് വീഴുന്ന പാത്തിയാക്കി മഴവെള്ള സംരക്ഷണം. ഓടിട്ട പേരില്ലല്ലോ, ഓടുന്ന പേരുള്ളൂ. ചൂട്ടിട്ട് ടെറസിൽ ആൾക്കാർ പുറത്തേക്ക് ഓടുക, അല്ലാണ്ട് ഓടുപേരില്ല. ഓടുന്ന സിനിമ, എല്ലാ സിനിമയും ഓടുന്ന സിനിമയാണ്. ഒന്ന് തിയേറ്ററിൽ ഓടുന്ന സിനിമയും പിന്നെ ഒന്ന് തിയേറ്ററിൽ നിന്ന് ഓടുന്ന സിനിമ. മനുഷ്യൻ പെരഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ ഓടണ്ടാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് പൂരത്തിന് ഇലഞ്ഞിത്തറ വേളം നിൽക്കുന്ന 4 മണിക്കൂർ നേരം നിങ്ങൾ ഇവിടെ അങ്ങ് നിൽക്കും. അത് കഴിഞ്ഞ് കുടമാറ്റത്തിന് നിൽക്കും. അത് കഴിഞ്ഞ് വെടിക്കെട്ട്. ഒരു പാട്ട് അല്ല, ഞങ്ങൾ അങ്ങനെ പറയാ. MLA-യോട് നമ്മൾ പറയും പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആള് വരുന്നുണ്ടാവും. ആന, പിന്നെ ചെള്ള്, താമര. അതായത് ഇത്രയും മനോഹരമായ ഒരു പേരുണ്ടോ? അപ്പൊ തുടങ്ങാം. ആനയാ വേണ്ടേ? അപ്പൊ നമുക്ക് NK ദേശത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, ഇത് ഭയങ്കര വൈറലായതാ. സംഗീതം അതിനിടയ്ക്ക് വായിച്ച ഇദ്ദേഹമാണ്. ഇത് ഈ നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഇടയ്ക്ക് കലാകാരൻ നമ്മുടെ ടിച്ചൂർ മോഹൻ, ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ, അങ്ങേർക്ക് വേണ്ടി സമർപ്പിക്കാം. 1 2 3. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട
ആലമരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ. വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ. കറ്റത്തിളകും ചെമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ. കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ. കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറിപോൾ നെറ്റിയിലിത്തിരി പണ്ടുണ്ടേ. കാലിൽ തുടലുകിലുങ്ങുന്നുണ്ടേ, വാലിളകുന്നുണ്ടേ. ആനക്കൊമ്പനെയാകപ്പാടെ കാണാനഴകുണ്ടേ. അമ്പല ഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ. മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. കമ്പമെനിക്കുണ്ടേ, കമ്പമെനിക്കുണ്ടേ. അത് കഴിഞ്ഞ് ആന എങ്ങനെ നോക്കും? അരിക്കൊമ്പനാണല്ലോ. അല്ല, എന്നോട് കഴിഞ്ഞ ദിവസം പാർമേക്കാവിനെ കൊടുക്കുമ്പോൾ ഒരാൾ പറയാ, ജയരാജേട്ടൻ ഈ അരിക്കൊമ്പനെയും ചക്കക്കൊമ്പനെയും ഗോതമ്പ് കൊമ്പനെയും ഒക്കെ നമുക്ക് പിടിച്ചോണ്ട് വന്നിട്ട് പൂരത്തിൽ എഴുന്നള്ളിക്കായിരുന്നു. എന്തിനാ വെറുതെ അതിനെയൊക്കെ കാട്ടുന്നത്? ഇവിടെ വന്ന പൊന്നു പോനെ നോക്കില്ലേ നമ്മള്. അല്ല, ജനത്തിന്റെ വികാരം അതാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ ഇതിലേക്കാവ് തിളമ്പേറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോ അതെ, ആളുകളുടെ കണ്ണുകൾ അങ്ങോട്ട് അല്ലേ. അപ്പൊ ഇപ്പോഴും ഒരു ആനയോടുള്ള ഒരു ബന്ധമൊക്കെ സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ട്. ആനയോടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്. സ്വന്തം കുഞ്ഞിന് വയ്യ എന്നിട്ട് ഭാര്യ മരുന്ന് മേടിക്കാൻ കുറിപ്പ് കൊടുത്ത് വിട്ടാൽ, അല്ലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ, നീ നിന്റെ മോന്റെ കാര്യം നീ നോക്കിക്കാ, എന്റെ ചന്ദ്രശേഖരനെ കാണാൻ. കാരണം ചന്ദ്രശേഖരൻ ആ വഴി പോകുമ്പോ ചങ്ങല കുലുക്കം കേട്ടു എന്നാണ് കാരണം. അതിന്റെ പിന്നാലെ പോകും. ആനയോട് അത് മാത്രല്ല, അതിപ്പോ തൃശ്ശൂര് കൂടുതലാണ്, പാലക്കാടും എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ആനയും കടലും കണ്ടാൽ കൊതി തീരില്ല. ആനയെയും കടലിനെയും ഒരെണ്ണം കൂടി ഉണ്ട് കണ്ട് കൊതി തീരാത്തത്. അതെന്തത്? അരുണിനെയും പറഞ്ഞെന്താന്ന് എനിക്കറിയാം, പക്ഷെ അത് പ്രേക്ഷകരുടെ മുമ്പിൽ പറയാനുള്ള ഒരു ഗട്സ് ഉണ്ടോ നോക്കിയതാ. പറയണ്ട. താങ്ക് യു. അതെ അതെ, സത്യമാ. മാത്രമല്ല തൃശ്ശൂർക്കാരെ എല്ലാരെയും കണ്ടു നിൽക്കാൻ തോന്നുന്നു. തൃശ്ശൂർക്കാർക്ക് പ്രത്യേക ചന്തമുണ്ട് ഈ ദിവസം, അല്ലേ? ഈ പൂരത്തിൽ ഈ ദിവസം അല്ല അങ്ങനല്ല, എല്ലാ ദിവസവും ചന്തമുണ്ട്. പിന്നെ പൂരത്തിന് സ്പെഷ്യൽ ചന്തം. ഈ ദിവസം എന്താ ഈ മനുഷ്യന്മാര് തമ്മിലുള്ള ഈഗോ എന്ന് പറഞ്ഞ സാധനം വലിച്ചു വീട്ടില് ഊരി അവിടെ വെച്ചിട്ട് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാലേ ഈ 365 ദിവസവും കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഇതേപോലെ തൃശ്ശൂർ പൂരം വേണം ഇല്ലേ? എന്നാ കുറെ നന്നാവും. അതാണ് നമ്മൾ ഇലക്ഷനൊക്കെ 5 കൊല്ലം കൂടുമ്പോഴേ ഉള്ളൂ. പൂരം എല്ലാ വർഷവും അല്ലേ? ആ പൂരത്തിന് കണ്ട മനുഷ്യരെ പരസ്പരം തിരിച്ചറിയും. അവർ വീണ്ടും പ്രത്യഭിവാദ്യം ഒക്കെ ചെയ്ത് ഇങ്ങനെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഉപചാരം ചൊല്ലിപ്പിരിയും. ഉപചാരം ചൊല്ലിപ്പിരിയും ഷെയ്ക്കിന്റെ കൊടുക്കുക. ഈ കൈ കൊടുക്കുന്ന പോലെയാണ് ആനകള് തമ്മില് ഇങ്ങനെയാണ് ഉപചാരം ചൊല്ലിപ്പിരിയ ഷെയ്ക്കിന്റെ കൊടുത്തിട്ട്. സായിപ്പ് നമ്മുടെ അവിടെ കൊണ്ടുവന്ന ഈ സംസ്കാരത്തിന്റെ വളരെ മുമ്പ് തന്നെ ആനകൾ തമ്മിൽ ഉപചാരം ചൊല്ലാൻ തുടങ്ങി. ഓക്കെ, അടിപൊളി. അപ്പോൾ വളരെ രസകരമായ നിമിഷങ്ങളാണ് നമ്മൾ. താങ്ക് യു ശ്രീ ജയരാജ്. അല്ല, ഈ MLA-യുടെ ഒരു പാട്ടുണ്ട്, MLA-യുടെ കവിത. അയ്യോ, അത് നമ്മൾ മറന്നുപോയി. MLA-യുടെ ഒരു കവിത വേണ്ടാന്ന് ജെയ്സൺ പറഞ്ഞു. 1996 പൂരത്തിന് പെരുമഴ പെയ്യാണ്. അപ്പൊ ഞാനും പി ബാലേന്ദ്രനും VR സുധീഷും സണ്ണി മാഷും കൂടി ഇരുന്നിട്ട് കവിത ഉണ്ടാക്കി. ഇദ്ദേഹം എഴുതി. രചന പി ബാലേന്ദ്രൻ MLA. മഞ്ഞണിപ്പൂവുകൾ കറുകത്തുമ്പിലെ സൂര്യനെ ധ്യാനിച്ചു നിന്നു. മഞ്ഞണിപ്പൂവുകൾ കറുകത്തുമ്പിലെ സൂര്യനെ ധ്യാനിച്ചു നിന്നു. മകരം കുളിർക്കുന്ന യാമം പ്രേമമായി നിന്നെ തേടി. 4 വരി MLA എഴുതി. അന്നേ ഈ കവിത എഴുതിയാൽ മതിയായിരുന്നു. ഇതാണ് പൂര ട്രോൾ. അല്ല, എനിക്ക് പറയാലോ, ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നവരല്ലേ. അല്ല, ഈ MLA എന്ന് പറഞ്ഞാൽ ശരിക്കും സാഹിത്യകാരനാ, എഴുത്തുകാരനും പ്രസംഗകനുമാണ്. MLA എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാം? മ്ലാ എന്നാണ്. ഞങ്ങൾ എന്തായാലും പൂരത്തിന്റെ വിശേഷം കേട്ടു, പൂര വാർത്ത കേട്ടു, പൂരത്തിന്റെ ഫിലോസഫി കേട്ടു. ഒരു പാട്ട് നമ്മുടെ നാടൻപാട്ട് കലാകാരനുണ്ടല്ലോ ഇവിടെ ഈ പരിസരത്ത്. ഒരു നാടൻപാട്ട് കലാകാരൻ ഞങ്ങളുടെ നാടൻപാട്ട് കലാകാരൻ ഇവിടെ വന്നപ്പോ കണ്ടുകൂട്ടി. നാടൻപാട്ട് കലാകാരനിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഒന്ന് ഡൽഹിയിലേക്ക് പോയിട്ട് ഒരു നിമിഷം അങ്ങ്